സുഹൃത്തുക്കളെ, പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും വൈകി നിങ്ങൾ കാണുന്നത് ഒരു ഗൗരവപ്പെട്ട വിഷയമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. PMCയെ സംബന്ധിച്ചുള്ള തീരുമാനം കോൺഗ്രസ് നയിക്കുന്ന ലീഗിന് പങ്കാളിത്തമുള്ള UDF സർക്കാർ കൈക്കൊണ്ടു എന്നറിയുന്നു. PMC എന്ന് പറയുന്ന ഈ പദ്ധതിക്കകത്ത് കക്ഷിയാവുക വഴി മുഖ്യമന്ത്രി സദാ പറയുന്ന അവകാശവാദം വീണ്ടും തുറന്നു കാണിക്കപ്പെടുന്നു. അവകാശവാദം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന അവകാശവാദമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ദേശീയ പ്രസ്ഥാനത്തിലും സ്വതന്ത്ര ഇന്ത്യയിലും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും മതനിരപേക്ഷപരവും ശക്തവുമായ നിലപാടെടുക്കേണ്ട പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. ആ നെഹ്റുവിനോളം വലിയ വീക്ഷണ വ്യക്തതയോടുകൂടി വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മൗലിക പ്രാധാന്യം പറഞ്ഞ ആരെയും ദേശീയ പ്രസ്ഥാനത്തിന് അറിയില്ല. സ്കൂളിങ്ങിനെ പറ്റി, യൂണിവേഴ്സിറ്റിയെ പറ്റി, സിലബസിനെ പറ്റി എല്ലാം നെഹ്റു പറഞ്ഞ ആശയങ്ങൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഇപ്പോഴും വായിക്കാൻ കിട്ടും. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി വലിയ വായനക്കാരനുമാണ്. അദ്ദേഹം ഈ ഒരു നെഹ്റുവിയൻ സ്റ്റാൻഡ് ആൻഡ് വ്യൂസ് ഓൺ എഡ്യൂക്കേഷൻ എന്ന ഒരു പുസ്തകം അങ്ങനെയില്ല. പക്ഷേ അദ്ദേഹം അതിനെപ്പറ്റി ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളും കത്തുകളുമുണ്ട്. ഇതൊക്കെ ഒന്ന് വായിക്കാൻ സമയം കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. PMCയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുക വഴി കോൺഗ്രസ് ലീഗ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ മലക്കം പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും മുഖ്യമന്ത്രി പറയും എല്ലാത്തിനേക്കാളും വലുത് വാക്കാണ്. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ആ വാക്കിന് ഇപ്പം എന്ത് പറ്റി? PMCയെ പറ്റി UDF ഗവൺമെൻറ് പറഞ്ഞ വാക്കെല്ലാം പഴയ ചാക്കിനേക്കാൾ ദുർബലമായിരിക്കുന്നു. PMCയെ പറ്റിയുള്ള കോൺഗ്രസ് വാക്കും പഴഞ്ചാക്കും ഒരുപോലെയാണ്. അവർ പറയുന്നത് ഒഴിഞ്ഞു മാറാൻ വേറെ യാതൊരു മാർഗവുമില്ലെന്നാണ്. എന്നാര് പറഞ്ഞു? If there is a will, there is a way. PMC നടപ്പിലാക്കില്ല എന്ന് സർക്കാർ നിർബന്ധമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ, കാഴ്ചപ്പാടുണ്ടെങ്കിൽ, രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിന് വഴിയുമുണ്ട്. ആ വഴി ആരായാൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അവസാനമാണ് കേരളത്തിൽ ഒരു കോൺഗ്രസ് ലെഡ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. ഇവിടെ വേറെയും സർക്കാരുണ്ട് കോൺഗ്രസ് നയിക്കുന്നത്. അവിടെ ഒന്നും PMC ഇല്ലേ? അവിടെ എല്ലാം PMC ഉണ്ട്. PMC കാര്യത്തിൽ കോൺഗ്രസിനും BJPക്കും വ്യത്യാസമൊന്നുമില്ല. തെളിയിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പിലാക്കിയ ആ പദ്ധതി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ കർത്താവായിട്ടും കാര്യസ്ഥനായിട്ടും ലീഗിൻ്റെ ഒരു മന്ത്രിയെ അവർ രംഗത്തിറക്കിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്, MSFന്, യൂത്ത് ലീഗിന് എല്ലാം അവരുടെ തന്നെ പഴയ ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. ഏത് പദ്ധതിയെയാണോ അവരെല്ലാവരും കർശനമായി തള്ളിപ്പറഞ്ഞത്,
എതിർത്തത് ആ പദ്ധതിയുടെ നടത്തിപ്പുകാരായി ഇപ്പോൾ അവർ മാറുന്നു. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തോട്, വിദ്യാർത്ഥികളോട്, വിജ്ഞാന പ്രേമികളോട് എല്ലാം കോൺഗ്രസും UDFും കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. ഈ വഞ്ചനയ്ക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല കേരളം. PMCയെ പറ്റി ആദ്യന്തം എതിർപ്പ് രേഖപ്പെടുത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ എതിർപ്പ് സ്വാഭാവികമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് PMC പോലെ ഒന്നിനെ എതിർക്കാൻ മാത്രമേ കഴിയൂ. ആ എതിർപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രേഖപ്പെടുത്തിയത്. കാരണം PMC എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ രംഗത്തെ RSS അജണ്ടയാണ്. അതിൻ്റെ തിലകക്കുറിയോ നട്ടെല്ലോ ഒക്കെ ആയിരിക്കാം NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ NEP എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കരുപിടിപ്പിക്കപ്പെട്ട ഉപകരണമാണ്. കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയ MOU ഉണ്ടല്ലോ, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതിൽ പറയുന്നുണ്ട് PMCയുടെ ലക്ഷ്യങ്ങളിൽ മുഖ്യം ഈസ് ടു ഷോക്കേസ് ദ NEP ആണെന്ന്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് BJP ഗവൺമെൻറ് പറയുന്ന, മറച്ചു വയ്ക്കാതെ പറയുന്ന പദ്ധതിയാണ് PMC. ആ പദ്ധതിയാണ് ഇന്നിപ്പോൾ കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യാവസാനം ആ PMCയെ എതിർത്തത്. ആ എതിർപ്പ് പാർട്ടി ഉന്നയിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, LDF ഗവൺമെൻറ്. LDF ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയ എതിർപ്പിനെ മനസ്സിലാക്കി മുന്നണിക്കകത്തും ക്യാബിനറ്റിലും എല്ലാം പാർട്ടി സഹാക്കൾ ഉയർത്തിയ നിലപാടിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് PMCയിൽ ഒപ്പുവെച്ചെങ്കിലും അതിൽ നിന്ന് നിലപാട് മാറ്റിയതെന്ന് എല്ലാവർക്കും അറിയാം. അത് രഹസ്യമായിട്ടല്ല. നവംബർ മാസം 12-ാം തീയതി കേരളത്തിലെ ഗവൺമെൻറ് LDF കാലത്ത് ഒരു കത്തയച്ചു കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇതാണ് ആ കത്തിൻ്റെ കോപ്പി. ഇത് DO നമ്പർ GEJAI 39/2023-G എഡ്യൂക്കേഷൻ ഡേറ്റഡ് 12/11/2025 LDFിൻ്റെ കത്താണ്. ഈ കത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇടതുപക്ഷ നീതിബോധവും സുതാര്യതയും വ്യക്തതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDF ഗവൺമെൻറ് അന്ന് അറിയിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലായിരുന്നു.